Welcome to Fourier analysis, a convolution theorem. ഒക്കെയാണ് ഇനി ചർച്ച ചെയ്യേണ്ട ജനറലൈസ്ഡ് ഫ്യൂരിയർ സീരീസ് ഇതൊക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഡെൽറ്റ ഫങ്ഷൻ എന്താണെന്നൊന്ന് പരിചയപ്പെടണം. സ്പേസിലെ ഒരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ ടൈമിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റിലേക്കോ ഒതുക്കി നിർത്തുന്ന അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എൻറ്റൈറ്റി, അതിനെപ്പറ്റി പഠിക്കുക. ട്രാൻസിയൻസ്, അതുപോലെ ഇമ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡൈനാമിക്കൽ സിസ്റ്റം, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ തിയറി, ഇവിടെയൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ് ഈ ഡെൽറ്റ ഫങ്ഷൻ. അപ്പോൾ ഇത് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പോയിൻ്റ് മാസ്, പോയിൻ്റ് ചാർജ്, ഇതെല്ലാം ഒരു സ്പേസിലെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്വിക്ക് ഡിസ്ചാർജ്, ഒരു സർക്യൂട്ടിലെ ക്വിക്ക് ഡിസ്ചാർജ് ഒരു ട്രാൻസിയൻ്റ് സെക്ഷനിൽ വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ അനാലിസിസിൽ, കമ്മ്യൂണിക്കേഷൻ തിയറിയിലൊക്കെ ഫ്രീക്വൻസി സ്പെക്ട്രം, പൾസസ് ഒക്കെ കയറി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഡെൽറ്റ ഫങ്ഷൻ. അപ്പോൾ അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചാർജിൻ്റെ മോഡൽ എടുക്കുന്നു. ഒരു ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഫ്രം -∞ ടു +∞. അത് വെച്ചുകൊണ്ട് നമുക്ക് ഡെൽറ്റ ഫങ്ഷൻ ഒന്ന് മനസ്സിലാക്കാം. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് എക്സ് ലൈനിൽ ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുക ഫ്രം -∞ ടു +∞. അതിൻ്റെ ചാർജ് ഡെൻസിറ്റി അറ്റ് എക്സ്, അത് റോ എക്സ് എന്നിരിക്കട്ടോ, റോ ഓഫ് എക്സ് എങ്കിൽ ഡി എക്സ് എന്ന് പറയുന്ന സ്പേസ് ഇൻ്റർവെല്ലിലുള്ള ചാർജ് റോ എക്സ് ഇൻറ്റു ഡി എക്സ്. തീർച്ചയായിട്ടും ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു വിതിൻ ദി ലിമിറ്റ്സ് -∞ +∞ ഓഫ് റോ എക്സ് ഡി എക്സ്. തീർച്ചയായിട്ടും അത് ഈ ടോട്ടൽ ചാർജ് ക്യൂ കിട്ടിയേ പറ്റൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ഒതുക്കി കൊണ്ടുവരിക, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ ഒതുക്കി കൊണ്ടുവരുമ്പോൾ ഈ ചാർജ് ഡെൻസിറ്റി കൂടി വരും. ഇൻ ദി ലിമിറ്റ് എക്സ് ഈക്വൽസ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഈ എൻറ്റയർ ചാർജ് അങ്ങ് ഒതുക്കുന്നു, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ദി ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു എ, റോ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റ്ലി ലാർജ്. അപ്പോൾ ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോറും ചാർജ് ഡെൻസിറ്റി കൂടും. അപ്പോൾ അത് എക്സ് ഈക്വൽസ് എ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒതുക്കുമ്പോൾ ഈ ചാർജ് ഡെൻസിറ്റി ഇൻഫിനിറ്റ്ലി ലാർജ് ആയിട്ട് മാറും. മാത്രമല്ല മറ്റ് ഭാഗങ്ങളിലെല്ലാം ചാർജ് ഡെൻസിറ്റി റോ എക്സ് അപ്പോൾ അങ്ങ് 0 ആകും. അവിടെ അങ്ങ് ഇപ്പോൾ ചാർജ് ഇല്ലല്ലോ. അപ്പോൾ in the limit as x tends to a, rho x tends to infinitely large for the equation 1 to hold. അപ്പോൾ ഇത് ചെറുതാകും, ഇത് വലുതാകുമ്പോൾ ഇൻഫിനിറ്റ്ലി ലാർജ് ആണെങ്കിൽ ഇത് ഇൻഫിനിറ്റിസിമലി സ്മോൾ ആകുമ്പോൾ ഈ പ്രോഡക്റ്റ് ഫൈനൈറ്റ് ആയിട്ട് മാറും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് എഫ് ഇൻറ്റു ടി. ആ ടി എഫ് വളരെ വലുത്, പക്ഷെ ടി വളരെ കുറവാണെങ്കിൽ എഫ് ഇൻറ്റു ടി ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ വളരെ ചെറിയ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന വളരെ വലിയ ഫോഴ്സ് ആണെങ്കിൽ അതിനെയാണെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഇമ്പൾസീവ് ഫോഴ്സ് മെഷർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിൻ്റെ ഇമ്പൾസ് പ്രോഡക്റ്റ് ഓഫ് എ ലാർജ് ഫോഴ്സ് ആൻഡ് എ സ്മോൾ എക്സ്ട്രീംലി സ്മോൾ ടൈം, അത് ഫൈനൈറ്റ്, ദാറ്റ് വി ക്യാൻ മെഷർ എന്ന് പറയുന്ന പോലെ പല എക്സാമ്പിൾസ് ഇതിന് പറയാം. ഇനി നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് ഡെൽറ്റ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിറാക് ഡെൽറ്റ ഫങ്ഷൻ എന്നതിന് പറയുക ഡെൽറ്റ എക്സ് മൈനസ് എ,
അത് 0 ആയിരിക്കണം ഫോർ എക്സ് ഡിഫറെൻറ്റ് ഫ്രം എ. എക്സ് ഒഴിച്ച് ബാക്കി എ ഒഴിച്ച് എക്സ് ഈക്വൽസ് എ എന്നുള്ള ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഈ ഫങ്ഷൻ അങ്ങ് 0 ആകുക. എക്സ് ഈക്വൽസ് എയിൽ ഈ ഫങ്ഷന് ഇൻഫിനിറ്റി ആകുക. അപ്പോൾ ഇതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഡെൽറ്റ ഫങ്ഷൻ അറ്റ് എക്സ് ഈക്വൽസ് എ, അതായത് ഡെൽറ്റ ഫങ്ഷൻ അറ്റ് എ ഈസ് ഡിഫൈൻഡ് ആസ് integral minus infinity to plus infinity of delta x minus a dx 1 എന്ന് വരണം. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ ഫൈനൽ ആൻസർ ക്യൂ എന്ന് കിട്ടും. ഈ ഡെൽറ്റ ഫങ്ഷൻ ഓരോ എക്സാമ്പിളിൽ ഓരോ പ്രോബ്ലത്തിൽ ഓരോ ക്വാണ്ടിറ്റി ആയിട്ട് കയറി വരും. അത് ചാർജ് ആവാം, മാസ് ആവാം, പിന്നെ ഫ്രീക്വൻസി സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ടതാവാം, ഓസിലേഷൻസ് ആവാം, എന്തുമാവാം. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻസ് ഡെൽറ്റ ഫങ്ഷൻ നൊട്ടേഷൻ ഡെൽറ്റ എക്സ് മൈനസ് എ എന്നെഴുതും, ഡെൽറ്റ എക്സ് എന്നെഴുതും, ഡെൽറ്റ എക്സ് കോമ എ എന്ന് എഴുതും. ഇനി ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, അപ്പോൾ ഇവിടിപ്പോൾ എക്സ് ഈക്വൽസ് എയിൽ ഈ ചാർജ് ഒതുക്കിയിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി ഇൻഫിനിറ്റ്ലി ലാർജാണ്. പക്ഷേ ഈ ഇൻറ്റഗ്രല് ക്യൂ ആയിരിക്കണം. അപ്പോൾ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് ഒരു ഫങ്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല മാത്തമാറ്റിക്കൽ സെൻസിൽ. കാരണം എക്സ് ഈക്വൽസ് എക്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ആകുമ്പോൾ ഡെൽറ്റ എക്സ് മൈനസ് എ 0 അപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയുടെ ഇൻറ്റഗ്രൽ 0 ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പ്യുവർ മാത്തമാറ്റിക്കൽ സെൻസിൽ പറഞ്ഞ ഇതൊരു ഫങ്ഷൻ എന്ന് വിളിക്കത്തില്ല, ഇതിനെ ഒരു ജനറലൈസ്ഡ് ഫങ്ഷൻ എന്നൊക്കെ പറയാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ ഡെൽറ്റ ഫങ്ഷനെ എഫ് എക്സ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് എ ഡി എക്സ്. ഇത് ഒന്നുകിൽ എഫ് ഓഫ് എ ആവും, വേർ എക്സ് ഫോർ എക്സ് ഈക്വൽസ് എ. ദിസ് വിൽ ബിക്കം 0 ഫോർ every other value of x or x different from a. The integrand ഇതിപ്പോൾ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ എഫ് എക്സ് എക്സ് ഈക്വൽസ് എയിൽ എഫ് എക്സിൻ്റെ വാല്യൂ എഫ് എ ആണ്. ബാക്കി അപ്പോൾ എവിടെ എടുത്താലും നമുക്ക് എഫ് എ എന്ന് പറയുന്ന വാല്യൂവിനെ പ്രസക്തിയുള്ളൂ. അപ്പോൾ അത് ഈ ഇൻ്റഗ്രേഷനകത്ത് നമുക്കൊരു കോൺസെപ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് എഫ് എ എടുത്ത് പുറത്തെടുക്കാം. അപ്പോൾ ദി ഇൻറ്റഗ്രൻറ്റ് ഈസ് 0 എക്സെപ്റ്റ് ഫോർ എക്സ് ഈക്വൽസ് എ. കാരണം ഇത് അങ്ങനെയാണല്ലോ. Therefore, we can replace fx by fa everywhere, and this factor can be taken outside the integral over x. What you get the left side, integral minus infinity to plus infinity fx delta x minus a dx equals fa. That integral outside at fa into integral minus infinity to plus infinity of delta x minus a dx. ഇത് ഈ ഇൻ്റഗ്രല് 1 അല്ല 0 1 എടുക്കുമ്പോൾ എഫ് എ ഇൻറ്റു 1 എഫ് എ 0 ആകുമ്പോൾ 0. അപ്പോൾ ഈ റിസൾട്ട് കിട്ടിയല്ലോ. അനദർ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡെൽറ്റ ഡാഷ് എക്സ് മൈനസ് എ ഡി എക്സ്. ഡെൽറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഡെൽറ്റ ഫങ്ഷൻ. ഇത് ഒന്നുകിൽ എഫ് ഡാഷ് എ ആവും ഫോർ എക്സ് ഈക്വൽസ് എ, അല്ലെ 0 ആകും. ഇത് പ്രൂവ് ചെയ്യാൻ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബൈ പാർട്സ് യൂസിങ് ദി റിലേഷൻ അറിയാം. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഈക്വൽസ് യു വി മൈനസ് ഇൻ്റഗ്രൽ യു ഡാഷ് വി. ഇവിടെ ടേക്ക് യു ഈക്വൽസ് എഫ് എക്സ് ആൻഡ് വി ഡാഷ് ഈക്വൽസ് ഡെൽറ്റ ഡാഷ് എക്സ് മൈനസ് എ. എങ്കിൽ integral minus infinity to plus infinity fx delta dash x minus a dx equals
യു വി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ വരും എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, ഡെൽറ്റ ഡാഷിൻ്റെ ഇൻ്റഗ്രൽ ഡെൽറ്റ എക്സ് മൈനസ് എ വിത്തിൻ ദി ലിമിറ്റ്സ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് യു ഡാഷ് വി എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു വി. വി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെൽറ്റ എക്സ് മൈനസ് എ ഡി എക്സ്. ഇതിൽ ഡെൽറ്റ എക്സ് മൈനസ് എ പ്ലസ് ഇൻഫിനിറ്റിയിലും മൈനസ് ഇൻഫിനിറ്റിയിലും പ്ലസ് ഇൻഫിനിറ്റിയിലും അങ്ങ് സീറോ ആകും. ഫസ്റ്റ് ടേം വാനിഷസ് ബിക്കോസ് integral minus infinity to plus infinity delta x minus a equals 0 for plus infinity and minus infinity. അതിന് x equals aയിലെ വാല്യൂ ഉള്ളല്ലോ. അപ്പോൾ ദി സെക്കൻഡ് ടേം ഹാസ് ദി വാല്യൂ എഫ് ഡാഷ് എ. എഫ് ഡാഷ് ഇത് എക്സ് ഈക്വൽസ് എ ആകുമ്പോൾ ഇതിന് വാല്യൂ ഉള്ളൂ, ഇത് 1 ആവും. ഇൻ്റഗ്രൽ ഓഫ് ദിസ് ബിക്കംസ് 1. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ എന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡെൽറ്റ ഡാഷ് എക്സ് മൈനസ് എ ഡി എക്സ് ഈക്വൽസ് ഒന്നുകിൽ എഫ് ഡാഷ് എന്ന് കിട്ടും ഫോർ എക്സ് ഈക്വൽസ് എ, അല്ലെ 0 ഫോർ എക്സ് ഡിഫറൻറ്റ് ഫ്രം എ. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. മറ്റ് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ പുറകെ ചെയ്യും. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്യൂച്ചർ അനാലിസിസിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാനതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് ഈക്വൽസ് ഡെൽറ്റ ഓഫ് മൈനസ് എക്സ്, എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽസ് 0, ഡെൽറ്റ ഡാഷ് എക്സ് ഈക്വൽസ് മൈനസ് ഡെൽറ്റ ഡാഷ് മൈനസ് എക്സ്, എക്സ് ഡെൽറ്റ ഡാഷ് എക്സ് ഈക്വൽസ് മൈനസ് ഡെൽറ്റ എക്സ്, ഡെൽറ്റ ഓഫ് എ ഇൻറ്റു എക്സ് ഈക്വൽസ് ഡെൽറ്റ എക്സ് ബൈ എ. ഇതെല്ലാം പ്രോപ്പർട്ടീസാണ്, ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടീസാണ്. ഇത് ട്രൈ ചെയ്യുക. ഞാൻ പുറകെ ചെയ്യും എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ. താങ്ക് യു.